ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു AR ബ്ലോഗ്സ്. ഇന്ന് ഞാനൊരു ചെമ്മീൻ അച്ചാറാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് നോക്കാം. ചെമ്മീൻ 3/4 കിലോ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇത് ഏകദേശം ഒരു മണിക്കൂറെങ്കിലും വെക്കണം, എന്നാൽ മാത്രമേ ഇതിൻ്റെ മസാലകളെല്ലാം ഇതിനകത്ത് പിടിക്കത്തുള്ളൂ. പിന്നെ വേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. വെളുത്തുള്ളി ഞാനൊരു 12 പീസ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ഒരു വലിയ കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് 3 എണ്ണം ഞാനൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കോക്കനട്ട് ഓയിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ വേണ്ടത് വിനാഗിരിയാണ്. വിനാഗിരി ഞാനിപ്പോൾ ഒരു 1/2 കപ്പാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കറിവേപ്പില കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. മുളക് പൊടി 3 ടേബിൾ സ്പൂൺ ആണ്. അത് ഞാൻ കാശ്മീരി മുളക് പൊടി എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് മുളകാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കായപ്പൊടി 1/2 ടീസ്പൂൺ. ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. ഉലുവാപ്പൊടി 1/4 ടീസ്പൂൺ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. ഇനി ചെമ്മീൻ അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇനി ഈ ചെമ്മീൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്, ഡീപ്പ് ഫ്രൈ ചെയ്യരുത് കേട്ടോ. ഡീപ്പ് ഫ്രൈ ചെയ്താൽ നമ്മുടെ അച്ചാറിട്ട് വരുമ്പോഴേക്കും ചെമ്മീനിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. അപ്പോൾ നമ്മൾ എപ്പോഴും ഷാലോ ഫ്രൈയേ ചെയ്യാവുള്ളൂ. പാൻ അടുപ്പിൽ വെച്ച് ഗ്യാസ് ഓണാക്കി നമുക്കതിനകത്ത് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ചെമ്മീൻ അതിനകത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഓയിൽ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് തിരിച്ചു മറിച്ചു വിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ ഫസ്റ്റ് സെക്ഷന് വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ കൂടി ഒന്ന് വറുത്തെടുക്കാം. ചെമ്മീൻ ഫുള്ള് വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറിനുള്ള മസാലകൾ തയ്യാറാക്കി തുടങ്ങാം. മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും ഈ ചെമ്മീൻ വറുത്ത് കോരിയ ഓയിൽ തന്നെ കുറച്ച് ബാലൻസ് ഉണ്ട്, അത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഓയിൽ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഈ കടുക് പൊട്ടി വരുമ്പോഴേക്കും ഇതിനകത്ത് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി, അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി, പച്ചമുളക്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ച മണം മാറുന്നത് വരെ ഒന്ന് വഴറ്റണം കേട്ടോ. ഓയിലൊക്കെ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഈ സിമ്മിലിട്ടിട്ട് നമുക്ക് ഇതിനകത്ത് മസാലകളെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പും കൂടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം.
ഫ്രൈ ചെയ്തതിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്താണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പൊ മുളക് പൊടിയുടെയൊക്കെ ആ പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി ചേർത്തിട്ട് ഉപ്പ് നോക്കിക്കൊള്ളണം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ വിനാഗിരി ഒന്ന് തിളക്കട്ടെ. ഇനി ഇതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ആവശ്യത്തിന് ചേർത്താൽ മതി. ഇത് ഓപ്ഷണലാണ് കേട്ടോ. കുറച്ച് കറി വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ ചേർക്കാവുള്ളൂ കേട്ടോ. ഇനി ഇതൊന്ന് തിളയ്ക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് അല്പം കസ്തൂരി മേത്തി ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരല്പം ഓപ്ഷണലാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കസ്തൂരി മേത്തി ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക മണവും ഒരു പ്രത്യേക ടേസ്റ്റും കിട്ടും കേട്ടോ നമ്മുടെ അച്ചാറിന്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ചെമ്മീനും മസാലകളും എല്ലാം കൂടെ ഒരു 5 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇടാം കേട്ടോ. ഇപ്പൊ നമ്മുടെ ചെമ്മീൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നമുക്ക് മറ്റൊരു ബൗളിലോട്ട് മാറ്റാം. ഇത് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് കഴിക്കുന്നതാണ് ടേസ്റ്റ് കേട്ടോ. എന്നാൽ മാത്രമേ ഈ മസാലകളെല്ലാം ഈ ചെമ്മീനിൽ പിടിക്കത്തുള്ളൂ. ചെമ്മീൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. അപ്പൊ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമന്റ്സുകൾ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു പുതിയ ഫോമായിട്ട് വീണ്ടും കാണുന്നത് വരെ ദിസ് ഈസ് രജനി അജയൻ സൈനിങ് ഓഫ്. ബൈ.